കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, കളഭാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വരൂ, നമുക്ക് ഗുരുവായൂരപ്പനെ കാണാം. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് ഭഗവാൻ നമ്മളെ കാത്തിരിക്കുന്നത് നോക്കണ്ടേ. അപ്പോൾ എല്ലാവരും വരൂ കേട്ടോ. നമുക്ക് ആദ്യം തന്നെ ഇന്നിപ്പോൾ ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു തിരക്ക് എന്നല്ലാതെ വേറെ തിരക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുള ആലിൻ്റെ അവിടെ വന്ന് മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് ആലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്തിട്ട് അങ്ങനെ ഗരുഡ ശില്പമൊക്കെ കണ്ട് നമുക്കിങ്ങനെ പോരാം. അപ്പോൾ എല്ലാവരും വരൂ. അങ്ങനെ വരുമ്പോൾ ആദ്യം തന്നെ നമ്മൾ ആ ഒരു മേൽപ്പത്തൂരിൻ്റെ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള അത്തിമര ഗണപതിയെ കാണാനായിട്ട് നമുക്ക് പോവാം. അങ്ങനെ വന്ന് അവിടെ തൊഴുക. വളരെ സമാധാനമായിട്ട് സുഖമായിട്ട് ഉള്ള ദർശനം നമുക്ക് അവിടുന്ന് കിട്ടും. അങ്ങനെ വന്ന് അത് കഴിഞ്ഞ് അവിടെ കിഴക്കേ നടയിലൂടെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോരാം. അങ്ങനെ പോരുമ്പോൾ ആ വാതിൽപ്പടി കയറിയിട്ട് അകത്തേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കും. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ആ ഇടത്തെ സൈഡിലുള്ള ആ മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിക്കാം. ആ പീഠം കാണാം, ആ കെടാവിളക്ക് കൊളുത്തി വെച്ചത് കാണാം. അതുപോലെ വലത്തേ ഭാഗത്തുള്ള ആ ഒരു തൂണ്, നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണൊന്ന് നോക്കിയിട്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. ഇന്നിപ്പോൾ ഇങ്ങനത്തെ കാഴ്ച കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. അതാണ് ഇന്നിപ്പോൾ ഏട്ടനും അനിയനും ഒക്കെ പാടായിട്ട് നല്ല രസമായിട്ടുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ അത് കാണാനായിട്ട് തയ്യാറെടുത്തോളൂ. വളരെ സന്തോഷത്തോടെ നമുക്കത് പറയാം. ആദ്യം തന്നെ കാണുന്നത് അങ്ങനെ ആന പോലെ മുട്ടുകുത്തി നിൽക്കുന്ന ബലരാമസ്വാമിയാണ്. അത് മുട്ടുകുത്തിയിട്ട് ആനയുടെ പോലെ നിന്നിട്ട് ഒരു കയ്യിൽ വെണ്ണയും കഴിക്കുന്നുണ്ട്, വലത്തെ കയ്യിൽ വെണ്ണയും കഴിക്കുകയാണ്. അതാണ് ഒരു കാഴ്ച. അതിങ്ങനെ ചുവന്ന പട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഞെറിഞ്ഞെടുത്ത് ആനപ്പുറത്ത് അങ്ങനെ കയറണ പോലെയുള്ള ഒരു കാഴ്ച വേറെ കാണാനുണ്ട്. നമ്മുടെ പൊന്നുണ്ണിയുടെ കാൽപാദങ്ങൾ കാണാനുണ്ട്. അപ്പോൾ രണ്ട് കാലും ആ ബലരാമസ്വാമിയുടെ ഏട്ടൻ്റെ പുറത്ത് ഇങ്ങനെ ചവിട്ടി കയറി നിന്ന് അങ്ങനെ കാൽവളകൾ കാണാണ്ട്. അതിനപ്പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഇടതുവശത്തായിട്ടൊരു ഉറിയുണ്ട്. ആ ഉറിയിലേക്ക് നോക്കുമ്പോഴോ വെണ്ണ നിറച്ച് ആ ഉരുള് നല്ല വെണ്ണ. ആ വെണ്ണ ഇങ്ങനെ കാണാണ്ട് ആ ഉറിയിൽ നിന്ന് വെണ്ണ രണ്ട് കൈ കൊണ്ട് കൂടി വാരിയെടുത്ത് ഒരു ഉരുള ആ ഏട്ടന് കൊടുത്തു. ഇനി ഏട്ടനെ അതിൻ്റെ മുകളിൽ, അതായത് ചവിട്ടി കയറാൻ സമ്മതിച്ചല്ലോ. ആന പോലെ അങ്ങനെ കുമ്പിട്ട് നിന്നുകൊണ്ടാണല്ലോ എനിക്കിപ്പോൾ ഇത് കയറാൻ പറ്റിയതും ഈ ഉറിയിൽ നിന്ന് വെണ്ണ എടുക്കാൻ പറ്റിയതും ഒക്കെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഞാനൊരു ഉരുള കഴിച്ചാൽ ഏട്ടനും ഒരു ഉരുള തരാം എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് രണ്ടാളും കൂടി ബലരാമസ്വാമി അങ്ങനെ കുമ്പിട്ട് നിന്ന് കൊടുത്തതും. ഉണ്ണി കണ്ണ, നീ അതിൻ്റെ മുകളിൽ നിന്ന് എടുത്താൽ ഒരു ഉരുള എനിക്കും തരണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ കുമ്പിട്ട് നിന്ന് കൊടുത്തതേ. ആനയെ പോലെ ഇങ്ങനെ നിന്ന് കൊടുത്ത് ഭഗവാന്റെ ഭാരം, ഒരു ഭാരവും ഇല്ലാത്ത പൂവിനെ പോലെ എടുത്തിട്ട് സ്വന്തം അനിയനെ അങ്ങനെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് വെണ്ണ അങ്ങനെ വാങ്ങി കഴിക്കുകയാണ് ആ ബലരാമേട്ടൻ. അതേ അവസ്ഥയാണ്. ആ വെണ്ണ എടുത്തിട്ട് രണ്ട് കൈ കൊണ്ട് വെണ്ണ, എന്ത് കണ്ട ആക്രാന്തം എന്നാ പറയുക, ആ വെണ്ണ കണ്ടൊരു ആക്രാന്തം അതാണ് മുഖത്ത് പ്രതിഫലിക്കുന്നതേ. ആ ഭഗവാന്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ മുഖത്ത് ഇങ്ങനെ പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ അമ്മ വരുന്നതിൻ്റെ മുന്നേ, യശോദാമ്മ വരുന്നതിൻ്റെ മുന്നേ ഈ വെണ്ണ മുഴുവൻ എടുത്ത് കഴിക്കണം എന്നാണ് ഏട്ടനും അനിയനും കൂടി വെച്ചൊരു പ്ലാനാണ്. അതാണ് ഇപ്പം ഇന്ന് ശ്രീലകത്തുള്ളൊരു കാഴ്ച. എന്താ രസം! അതിങ്ങനെ കണ്ടറിയ തന്നെ വേണം കേട്ടോ. ആ കാഴ്ച വളരെ ദൂരെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കാണാം. അടുത്തടുത്ത് വരും തോറും അതിങ്ങനെ കൂടുതൽ നമ്മളിലേക്ക് വന്ന പോലെ ആ ചിരി ഒക്കെ ഇങ്ങനെ നമുക്കിങ്ങനെ തെളിഞ്ഞ് കാണും. മറ്റാൾ പാവം എന്തായാലും തരട്ടെ, അനിയൻ തരും എന്നുള്ള ഉദ്ദേശത്തിൽ തന്നപ്പോൾ വളരെ സന്തോഷമായി, അതും കഴിക്കുകയാണ്.
അപ്പോൾ ഇയാളാണെങ്കിൽ മുകളിൽ കയറി നിന്ന് 2 കൈ കൊണ്ട് വെണ്ണ ഇങ്ങനെ എടുത്ത് വായിലെടുത്ത് പോക്കണു. വായിൽ നിറച്ച് വെണ്ണയാണ്. 2 കൈയിലും വെണ്ണയാണ്. ആകെ മൊത്തം വെണ്ണമയാണ്. ഇന്ന് വെണ്ണക്കണ്ണം തന്നെയാണ് കേട്ടോ. ഉറിയിന്ന് ഇങ്ങനെ വെണ്ണ എടുത്ത് കഴിക്കുന്ന ആ പൊന്നുണ്ണിയെ കാണാൻ എന്ത് രസമായി. എത്ര പറഞ്ഞാലും എങ്ങനെയൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. അത്രമാത്രം ആ കാഴ്ച ഹൃദ്യമാണ്. അങ്ങനത്തെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ദുർലഭമായിട്ടൊക്കെ ഇങ്ങനത്തെ കാഴ്ച കാണുള്ളേ. ആ ബലരാമേട്ടൻ്റെ പുറത്ത് ഇങ്ങനെ കയറിയിട്ട് ആ പൊന്നുണ്ണി ആ ഉറിയിന്ന് ഇങ്ങനെ ആ വെണ്ണ എടുക്കുന്ന ആ ഒരു കാഴ്ച. ആ കൈകളിൽ കൈവളകൾ കാണാനുണ്ട്. അതുമിലൊക്കെ വെണ്ണയുണ്ടു. എന്നാലും അതൊക്കെ കാണാനുണ്ട്. അതേപോലെ കഴുത്തിലൊരു മാങ്ങാമാല കാണാനുണ്ട്. വളയം പോലത്തെ മാല കാണാനുണ്ട്. പിന്നെ തിരുമുടിയൊക്കെ കെട്ടിയിട്ടുണ്ട്. പീലി തിരുമുടിയൊക്കെ കളപ്പം കൊണ്ടുണ്ടാക്കി. ഇന്ന് നന്നായിട്ടുള്ള അലങ്കാരം തന്നെയാണ്. നല്ല രസമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ബലരാമേട്ടനെയും പൊന്നുണ്ണിക്കണ്ണനെയും ഒക്കെ കണ്ടോളൂ. ആ വെണ്ണ നമുക്കും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, തരും. കാരണം എന്താ വെച്ചാൽ എല്ലാവർക്കും കൊടുത്ത് കഴിക്കണ ശീലമുണ്ടേ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ചോദിക്കാം. അപ്പോൾ തരും ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ വയറൊക്കെ നിറഞ്ഞിട്ടു. ആ കാഴ്ച കണ്ട അങ്ങനെ കുമ്പൊക്കെ ഇങ്ങനെ വീർത്തിടണു. നേദ്യം കഴിച്ചത് ഒരു വക ഉണ്ടാവും. പിന്നെ അമ്മ കൊടുത്തത് ഒരു വക, യശോദാമ്മ കൊടുത്തത് ഒരു വക ഉണ്ട്. പക്ഷെ അത് കൂടാതെയാണ് അമ്മ എങ്ങോട്ടോ പോയപ്പോൾ പതുക്കെ ഏട്ടനും അനിയനും കൂടി ഉള്ള ആ ഒരു കൈക്രിയയാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്തായാലും നന്നായിട്ടുള്ളൊരു അലങ്കാരമാണ്. കളഭാലങ്കാരം വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് കാഴ്ച കാണുകയാണ് സോപാനപ്പടിയിൽ നിന്നിട്ട്. അത് കണ്ടോളൂ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ച് ആ ഭഗവാന്റെ ശ്രീലകത്തു നിന്ന് നോക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി പോരുകയാണ്. അങ്ങനെ ഇറങ്ങി സോപാനപ്പടിയിൽ നിന്ന് നേരെ ഇറങ്ങിയിട്ട് നേരെ നമ്മൾ ആ അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ആ ബലിതർപ്പണം ചെയ്യുന്ന അഗ്നികോണിലേക്ക് നോക്കിയിട്ട് ഒന്ന് തൊഴുക. അതുപോലെ നേരെ വന്നിട്ട് തിടപ്പള്ളി നോക്കിയിട്ടൊന്ന് തൊഴാം. തിടപ്പള്ളി നോക്കിയിട്ട് തൊഴുത് അതേപോലെ നേരെ ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കിയാൽ ആ ചുമരിൻ്റെ മുകളിലുള്ള ആ അല്ലക്കണ്ണനെ കണ്ട് തൊഴാം. കണ്ട് തൊഴുത് പിന്നെ സപ്തമാതാക്കളെയൊക്കെ കണ്ട് തൊഴാം. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇങ്ങനെ വരുമ്പോൾ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വരികയാണ്. വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നാൽ ചെറുതല്ലാത്ത തിരക്കുണ്ട്, എന്നാൽ വലിയ തിരക്ക് എന്ന് പറയാൻ പറ്റില്ല. ഇന്നലത്തെ മാതിരിയല്ല. ഇന്നലെ സുഖമായിട്ടുള്ള ദർശനമാണ്. ഇന്നിപ്പോൾ സോപാനമൊന്നുമല്ല. കാരണം ഉച്ചപൂജയുടെ തിരക്ക് കാരണം, ഉദയാസ്തമന പൂജയുടെ തിരക്ക് കാരണം സോപാനം ഇനിയിപ്പോൾ വൈകുന്നേരം സോപാനം തന്നെയാവും. കാരണം അത്രയ്ക്ക് മാത്രമുള്ള തിരക്കേ ഉള്ളൂ. ഇത് ഈ പൂജയുടെ തിരക്ക് മാത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ ഭഗവാന്റെ ആ വിഘ്നേശ്വരൻ്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുക. എല്ലാവരും കണ്ട് തൊഴുതോളൂ കേട്ടോ. കുറച്ചൊക്കെ അലങ്കാരങ്ങളായിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ അത് കഴിഞ്ഞാൽ സരസ്വതി ദേവീനെയും കണ്ട് പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അത് കഴിഞ്ഞ് തൊഴുത് വരുമ്പോൾ ആ കോർണറിലുള്ള ഗണേശനെ കണ്ട് തൊഴാം. തൊട്ട് തലോടിയിട്ട് സമാധാനമായിട്ട് അങ്ങനെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴാം. പിന്നീട് മേൽശാന്തിൽ അവിടുന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അങ്ങനെ അത് കഴിഞ്ഞാൽ ആ വാമനാവതാര രൂപം കാണാം. അതേപോലെ ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപം കാണാം. പിന്നെ ഗരുഡാരൂഢനായിരിക്കുന്ന ആ മഹാവിഷ്ണുവിനെയും കണ്ട് തൊഴാം. അങ്ങനെ അത് കഴിഞ്ഞ് അനന്തപത്മനാഭസ്വാമിയുടെ അടുത്ത് വന്ന് അനന്തപത്മനാഭസ്വാമിനെയും കണ്ട് തൊഴാം. അവിടെ നിന്ന് താമരമാലകളും നിറയെ തുളസിമാലകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് തൊഴുത് ഭഗവാന്റെ ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായി കാണാം. എന്നൊരുവിധം എല്ലായിടത്തും തുളസിമാലകൾ ചാർത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ണനും ചാർത്തിയിട്ടുണ്ട്. പിന്നെ മുരുകനെ കണ്ട മുരുകനെ ഭസ്മാഭിഷേകമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അങ്ങോട്ട് ഈ സമയത്ത് ഉള്ളിലേക്ക് കിടക്കാൻ കഴിയില്ല. രാവിലെ കുറച്ച് നേരമാണ് അടുത്ത് പോയിട്ട് തൊഴാൻ പറ്റുള്ളൂ. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരുമ്പം കുറച്ച് കുങ്കുമം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അങ്ങനെ ഹനുമാൻ സ്വാമീനെയും കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ, എല്ലാവരും പ്രാർത്ഥിച്ചോളൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്വം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. ഹനുമാൻ സ്വാമിയെ കണ്ടു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കാണാം, അതൊക്കെ കണ്ട് തൊഴുത് നേരെ ആ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അതിന് ശേഷം കുറച്ച് പടിഞ്ഞാട്ട് മാറിയാൽ ചുമരിലേക്ക് നോക്കിയാൽ നമ്മുടെ താമരക്കണ്ണനെ കണ്ട് തൊഴാം. പിന്നീട് കിഴക്കോട്ട് വരുമ്പോൾ ആ ഗ്രില്ല് കാണാം. ഗ്രില്ലിന് അപ്പുറത്ത് കിടന്നാൽ മണിക്കിണർ കാണാം. അതേപോലെ നൃത്താറയിലേക്ക് നോക്കിയാൽ നൃത്താറയിൽ കിടാവിളക്ക് കത്തി നിൽക്കണു, അപ്പോൾ അതൊക്കെ കാണാം. പിന്നീട് അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയൊക്കെ കണ്ട് പൊന്നുണ്ണീനെയൊക്കെ കണ്ട് ഇങ്ങനെ വരുമ്പോൾ വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് കിടക്കാം. പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ വന്നാൽ ചന്ദനം തീർത്തൊക്കെ വാങ്ങാം. പിന്നീട് നമ്മൾ നേരെ ചെല്ലുന്നത് ഭഗവതിയുടെ അടുത്തേക്കാണ്. എടത്തരികത്തുകാവിൽ ഭഗവതിയുടെ അടുത്ത് കുറച്ച് തിരക്കുണ്ട്. അതിലൂടെ അങ്ങനെ നമുക്ക് കയറിപ്പോയാൽ ഭഗവതിയെ കാണാം. ചുവന്ന പട്ട് ഇങ്ങനെ ഞെറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. പുറകു വശത്തൊക്കെ നീലയും ഒക്കെ ആയിട്ട് ഇങ്ങനെ കണ്ട് നിറയെ തെച്ചിപ്പൂക്കളുണ്ട്. അർച്ചന പ്രസാദവും ധാരാളമുണ്ട്, അർച്ചനകൾ ധാരാളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചോളൂ, ഭഗവതീനെ അമ്മേനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുതു. അതിന് ശേഷം നമ്മൾ ആ കോർണറിലെത്തുമ്പോൾ മമ്മിയൂരപ്പനെ ഒന്ന് മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുക. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുകയും ചെയ്യുക. അങ്ങനെ മമ്മിയൂർ പോയിട്ട് ദർശനം ലഭിച്ച ആ ഒരു പ്രതീതി നമുക്കുണ്ടാവും. അതിനുശേഷം നമ്മളിങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് വരിക. കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് ഒന്നുകൂടി ആ മനസ്സിൽ നിന്ന് മായുന്നില്ല, കണ്ണിൽ നിന്ന് മായുന്നില്ല ആ ശ്രീലകത്തെ രൂപേ. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള രൂപ ആ വെണ്ണക്കണ്ണന്മാരുടെ. ഏട്ടനും അനിയനും വെണ്ണ കഴിക്കുന്ന പൊന്നുണ്ണി കണ്ണന്മാരെ കാണാതിരിക്കാൻ കഴിയില്ല. അത്രയ്ക്ക് ഇഷ്ടമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ്. അപ്പോൾ അത് ഒന്നുകൂടി കാണുക. അങ്ങനെ നോക്കി കണ്ട് മനസ്സിൽ അങ്ങനെ ഉറപ്പിക്കുക ആ ഒരു രൂപത്തെ. ആ കളഭാലങ്കാര രൂപം വളരെ മനോഹരമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് കുറച്ച് നേരം വൈകിച്ചാലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് കാണാൻ പറ്റിയത്. അപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു സമയമാണ്. അങ്ങനെ അവിടെ നമസ്കരിച്ച് നേരെ കൂത്തമ്പലത്തിൻ്റെ അവിടെ വന്നിട്ടൊന്ന് തൊഴുക. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അവിടെ വരുമ്പോൾ അയ്യപ്പസ്വാമീനെയും കണ്ട് പ്രാർത്ഥിക്കാം. അവിടെയുണ്ട് ധാരാളം തുളസിപ്പൂക്കളും തെച്ചിപ്പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നന്നായിട്ടുള്ള അലങ്കാരമുണ്ട്. അതൊക്കെ കണ്ട് പ്രാർത്ഥിച്ചോളൂ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് ആ ദീപസ്തംഭത്തിൻ്റെ അവിടേക്ക് വരിക, പടിഞ്ഞാറ നടയിൽ. അവിടെയും വന്ന് പ്രാർത്ഥിക്കുക. ആ വേണുഗോപാലിനെ കണ്ട് തൊഴാം. പിന്നെ കുറച്ച് പിന്തിരിഞ്ഞ് ഇങ്ങനെ നിന്നിട്ട് നോക്കിയാൽ, മുന്നിലേക്ക് നോക്കിയാൽ, കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ കൊടിമരം കാണാം. കൊടിമരത്തിലുള്ള ആ ഗരുഡധ്വജനെയും കണ്ട് തൊഴാം. അങ്ങനെ കണ്ട് തൊഴുത് അവിടുന്ന് നമ്മൾ പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്ത് വന്ന് നേരെ രുദ്രതീർത്ഥത്തെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് പോവാം. അങ്ങനെ വരുമ്പോൾ അന്നലക്ഷ്മി ഹാളിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ അതിൽ കുറച്ചൊക്കെ ആളുകളുണ്ട്. പ്രസാദ ഊട്ടിന് വേണ്ടി നിൽക്കണം. ക്യൂവിൻ്റെ അവിടെയുണ്ട്, ടോക്കൻ്റെ അവിടെയുണ്ട്. അതൊക്കെ കൂടെയൊക്കെ നമുക്ക് പോയി നാരായണാലയത്തിലേക്ക് വന്ന് അവിടെ ഒന്ന് പ്രദക്ഷിണം ചെയ്യാം. പൂന്താനം പൂജിച്ചിരുന്ന വിഗ്രഹത്തേക്കൊന്ന് നോക്കി തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ഭഗവതിയുടെ അവിടെ എത്തി കിഴക്ക് വശത്ത് നടയിൽ നോക്കി തൊഴുതു. പിന്നെ ദീപസ്തംഭത്തിൻ്റെ അവിടെ വന്നിട്ട് ഒരിക്കൽ കൂടി നമ്മൾ ശ്രീലകത്തേക്ക് നോക്കിയാൽ ആ പൊന്നുണ്ണിയെ കാണാം, പൊന്നുണ്ണികളെ കാണാം എന്നുള്ള ആ പ്രതീക്ഷയിൽ ഒന്നുകൂടി നോക്കാം. അവിടുന്ന് ഒന്നുകൂടി തൊഴുത് നേരെ തെക്ക് വശത്തേക്ക് വന്ന് ആ കൂവളത്തിനെ ഒന്നുകൂടി പ്രദക്ഷിണം ചെയ്യാം. മഹാദേവനെയും പാർവതീദേവീനെയൊക്കെ മനസ്സിൽ സ്മരിച്ച്
ആ കൂവളത്തെ ഒന്ന് പ്രദക്ഷിണം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ ദർശിച്ചു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.